അവൻ ഇന്ന് വേണ്ടെന്ന്. അതെന്ത് പറ്റി? പുറത്തൊന്നും വല്ലതും കഴിച്ചോ? ആ, ഇല്ലാന്ന് തോന്നുന്നു. ഈയിടെയായിട്ട് വിശപ്പില്ലെന്നാ പറയുന്നേ. It is beautiful, isn't it? നല്ല ഭംഗിയുണ്ടല്ലേ? പ്രകൃതിക്കൊരു ഹീലിംഗ് പവറുണ്ട്. ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവുമ്പോൾ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ ഒരു റിലീഫ് ഉണ്ടാവും. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. നമ്മുടെയൊക്കെ ജീവിതം പ്രവചനങ്ങൾക്ക് അതീതമാണ്. ജോസഫിൻ്റെ കാര്യം തന്നെ എടുക്കാം. ജുവലിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ പല സ്വപ്നങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിക്കുന്ന മറ്റൊന്നാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ വരും. ചില തീരുമാനങ്ങൾ തെറ്റായി വരും. ഒരു തീരുമാനം പാളിപ്പോയാൽ തിരുത്തുക, മുന്നോട്ട് നീങ്ങുക. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പന് അറിയാമായിരുന്നു അല്ലേ? ആ, അറിയാമായിരുന്നു. ജുവലിനെ ഞാൻ ആഗ്രഹിച്ചതൊരു തെറ്റാണോ? ഒരിക്കലുമല്ല. ജോസഫിൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. തുറന്നു പറയാതിരുന്നത് അബദ്ധമായി. അങ്ങനെ കരുതണ്ട. നമ്മുടെ ബുദ്ധിയും ചിന്താശക്തിയും വെച്ച് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ശരിയോ തെറ്റോ നമുക്കതറിയാൻ മാർഗമില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അതിനെയാണ് നമ്മൾ വിധി എന്ന് വിളിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. ഡോണ്ട് വറി അപ്പാ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഐ നോ യു ക്യാൻ. അപ്പാ, യു ആർ ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. താങ്ക് യു മോനെ. വാ, നമുക്ക് ഡിന്നർ കഴിക്കാം. വാടാ. അമീർ എന്നാണ് പേര്. ഹിസ് എ ഫാഷൻ ഡിസൈനർ. അറിയാം. കാര്യങ്ങളൊക്കെ രാഹുൽ എന്നോട് പറഞ്ഞു. മക്കളുടെ കാര്യങ്ങളിൽ എല്ലാ മാതാപിതാക്കൾക്കും ചില സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ മോളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മോളുടെ ജീവിതമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾ മോൾക്ക് തരുന്നു. അതുപോലെ തന്നെ ഡാഡിക്കും മമ്മിക്കും മോളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. അമീറിന്റെ കേസിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒന്നാമതായി, വിവാഹത്തിന്റെ പ്രായം മോൾക്കായിട്ടില്ല. യു ഹാവ് എ ലൈഫ് അഹെഡ്. മോളൊന്നും പറഞ്ഞില്ല. എനിക്കാരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിൽ നിന്ന് അകന്നിരുന്നിട്ടും അമീർ അത് മനസ്സിലാക്കി. ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയെടുത്തു. ഉടനൊരു വിവാഹം വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അമീറിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഹി നോസ് ഹൗ ടു ഹാൻഡിൽ മീ. സൂണർ ഓർ ലേറ്റർ ഐ വിൽ നീഡ് ഹിം. ഡാഡി എപ്പോഴും പറയാറില്ലേ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആരെയും ഭയക്കേണ്ടതില്ലെന്ന്. അമീർ എന്റെ ശരിയാണ്. എന്റെ തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം സോറി. സാരമില്ല. ഇതാണ് മോളെ ജീവിതം. സ്നേഹിക്കുന്നവർ തന്നെ ചിലപ്പോൾ വേദനിപ്പിക്കും. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോൾ അതൊരു സുഖമുള്ള വേദനയായി മാറും. ഒരു കാര്യത്തിൽ ഡാഡിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മോൾ വളരെ പക്വതയോടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ടു അമീർ. ഇനി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. എത്രയും വേഗം ഞങ്ങൾക്ക് അമീറിനെ കാണണം. അമീർ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മോൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെ അമീർ മോളുടെ വിശ്വാസമാണ്. നാളെ ഏതെങ്കിലും രീതിയിൽ ആ വിശ്വാസം തകർക്കപ്പെട്ടാൽ, അത് മോളെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ തകർന്നു പോകും. സോ എക്സ്പെക്ട് ദ വേസ്റ്റ്. മോളുടെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. എന്തു വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി ഫേസ് ചെയ്യും. താങ്ക് യു ഡാഡി. ജുവലിന്റെ ഡാഡി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അമീറിനെ കുറിച്ച് ഡാഡിയും മമ്മി അറിഞ്ഞു. അമീറിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു.
I know it sounds weird, but I need you. I need your care, attention. ബട്ട് ജുവൽ, എന്റെ പ്രായം യു ഡോണ്ട് നോ. I don't care that. ഞാൻ ഇഷ്ടപ്പെട്ടത് അമീറിന്റെ മനസ്സിനെയാണ്. അമീർ എന്നെ തള്ളി പറയരുത്. Please don't let me down. You must come. അമീർ വന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമീർ, അമീർ, are you there? Please respond. അമീർ, please respond. Yeah, ഞാൻ വരാം. Thank you, Amir. Thank you so much. Thank you. Thank you. 2 ദിവസത്തിന് ശേഷം അമീറിന്റെ ഇമെയിൽ കിട്ടി. ഒരു ഫാഷൻ ഷോയോടനുബന്ധിച്ച് അമീർ പാരീസിന് പോവാണെന്നും അതുകൊണ്ട് 3 മാസത്തിന് ശേഷം, അതായത് ഡിസംബർ 16-ന് ലഞ്ചിന് വീട്ടിലെത്തുമെന്ന് അറിയിച്ചു. തിരക്കായതിനാൽ ഈ സമയത്ത് സംസാരിക്കാൻ കഴിയില്ലെന്നത് എന്നെ വല്ലാതെ തളർത്തി. അമീറുമായി സംസാരിക്കാനാവാതെ 3 മാസം ഞാൻ എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും അമീർ ഒരു ചതിയനല്ലെന്ന് എൻ്റെ പാരൻസിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 16-ന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് ആരംഭിച്ചു.